അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു ഒരു ധൂർത്തപുത്രന്റെ കഥ. മോനെ സോളമ അച്ഛനെ പാടി കൊണ്ടിരുന്നേ ഈ വാഴ നടക്ക. ശരി ഡാഡി, ഇപ്പൊ എടുത്തേ. അതല്ല ഡാഡി, അപ്പുറത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ കൂടി. എടാ സോമ, ഡാഡിക്ക് സോളനെ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക. ഒരു കുറെ നേരമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. എണീറ്റൊന്ന് പോയി സഹായിച്ചേ. മമ്മി, ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലേ, എനിക്ക് വയ്യ. മമ്മി കൊണ്ടത്തെടുക്കും, എനിക്ക് പറയാൻ പഠിക്കാനുണ്ട്. നീ ഒന്നും പറഞ്ഞു കേൾക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവർക്ക് നമ്മുടെ ജീവിത വഴിയിൽ താൽക്കാലിക മാത്രമാണ്. നമ്മുടെ ശരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായി തോന്നും. അതാണ് സംഭവം. നമ്മുടെ ശരികളുമായി യാത്ര തുടരുക. ചെറുക്കൻ ചെറുതാണെങ്കിൽ എന്തൊരു ബുദ്ധി അവന്. ഇവനെയൊക്കെ കണ്ട് പഠിക്കണം. എനിക്ക് തന്നെ ഒരു ആവേശം വരുന്നു. എപ്പോഴും നിനക്ക് മാത്രം നല്ലത് നിനക്ക് പുതിയ ഫോൺ, എനിക്ക് ഡാഡിയുടെ പഴയ ഫോൺ. മമ്മിയാണെങ്കിലോ എപ്പോഴും നിനക്കൊരു മത്തിവാർത്ത എക്സ്ട്രാ തരും. എന്നെ എന്താ തവണ കൊടുത്ത് മേടിച്ചതാണോ? അല്ലടാ, അങ്ങനെ കോളേജിൽ ചൂണ്ടിട്ട് വിളിച്ചതാ. ഒന്ന് നിർത്തറ, കുറെ നേരെ തുടങ്ങിയിട്ട്. നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നില്ലെങ്കിലും എന്നെ കൊണ്ടേ കൂടി എന്തെങ്കിലും കൊണ്ടുണ്ടല്ലോ. നിന്നെ കൊണ്ടോ ചുമ തിന്നാ പറഞ്ഞ ഞാൻ എത്ര കാലമായിട്ടാണ് പൈസ ചോദിക്കുന്നത്. നീ കാരണം തരാത്ത. ഞാൻ മര്യാദക്ക് ഒരു ബിസിനസ് തുടങ്ങി നന്നായാലേ. എന്താ പിള്ളേരെ അവിടെ ബഹളം? അവനൊരു മത്തിവാർത്തത് എക്സ്ട്രാ കിട്ടിയിട്ടും എന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി. പിള്ളാരെ ഒന്ന് നിർത്തിക്കേ, കുറച്ച് സമാധാനത. രണ്ടുപേരും തുടങ്ങിക്കോളൂ. ഡാഡി, എനിക്ക് ഈ വീട് മടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ മതിയല്ലോ, എന്നെ ആർക്കും വേണ്ട. ഞാൻ എത്ര കാലമായി ചോദിക്കുന്നത് എന്റെ ഷെയർ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ് തുടങ്ങിയത്. ഇവൻ കാരണം എനിക്ക് ഒട്ടും സ്വസ്ഥതയില്ല. ഓ ശരി, നിന്റെ ഇഷ്ടം സോമ. നീ കുറെ പറഞ്ഞതല്ലേ, നീ ഒന്ന് നന്നാവും. ഡാഡി വേണ്ട, അവൻ കൊണ്ട് കളയത്ത് പോകും. ആരും ഒന്നും പറയണ്ട, അവൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അടാ സോമ, നമുക്കിവിടെ ഫ്രണ്ടിനെ അടുത്ത് പോകാം. അവൻ നമുക്ക് ബിസിനസ് തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യും. അവനെ വിശ്വസിക്കാമല്ലോ അല്ലേ? ജോജുട്ടിനെ വിശ്വസിക്കാം. അവന്റെ കാലത്ത് കാശുണ്ട്, നമുക്ക് അവനെ വെച്ച് കുറച്ച് നാൾ അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു വാ. ഞാൻ കുറെ ജോലിയിൽ വരുക. എന്തെങ്കിലും ഒരു ജോലി തരൂ. കയ്യിൽ 5 പൈസ ഇല്ല. ഹലോ മിസ്റ്റർ പെരട, എൻ്റെ വീട്ടിൽ ധാരാളം വെള്ളക്കുഞ്ഞുങ്ങളുണ്ട്. അതിനെ നോക്കുക. ഒരാളെ എനിക്ക് ആവശ്യമുണ്ട്. നീ ഇവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണം. എൻ്റെ ഒരു അവസ്ഥ എത്ര സുഖമായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ തന്നെ എല്ലാം കൊണ്ടേ പോയി കളഞ്ഞു. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എൻ്റെ ഡാഡി അറിഞ്ഞുകൊണ്ടത്. മോനെ, നീ എവിടെയായിരുന്നു? നീ വീടിന് കാത്ത്
ഞാൻ എല്ലാ ദിവസവും നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഡാഡി എടാ എന്താ ഇവരുടെ പുതിയ കൂട്ട് കിട്ടുമെന്നേ മുതലാളി ഇന്ന് നമുക്ക് ആഘോഷിക്കണം. കാരണം എന്റെ പൊന്നുമോ തിരിച്ചു വന്നു. എടാ ഞങ്ങളാ നീ പോയി മന്തി മാറ്റാൻ മാറ്റോണ്ട് വന്നേ. ശരി മുതലാളി. ഞാൻ അറിഞ്ഞു ആ വന്ന കാര്യം. എന്തിനാണ് തിരിച്ചു കയറ്റി? അവനെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പോയി മകനെ, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആരാധിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു. അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. സോമന്റെ ഡാഡിയെ പോലെ നമ്മൾ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കെല്ലാവർക്കുമുണ്ട്.